നമ്മൾ തയ്യാറാക്കുന്നത് ഓണസദ്യയിലെ എല്ലാവരുടെയും പ്രിയപ്പെട്ട മസാലക്കറിയാണ്. ഇത് നമ്മുടെ ഓണം സീരീസിന്റെ 9ാമത്തെ എപ്പിസോഡാണ്. എല്ലാവർക്കും ഹോം ഡയറീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യം ഞാൻ ഇവിടെ ഒരു കടായി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് ചൂടാക്കിയെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 1 കപ്പ് സോയ ഇളം ചൂടുവെള്ളത്തിലിട്ട് പിഴിഞ്ഞെടുത്തത് ചേർത്തിട്ട് ഹൈ ഫ്ലെയിമിൽ ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പൊ സോയ എല്ലാം ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇടയ്ക്കിടയ്ക്ക്. ഇനി ഇത് നമുക്ക് കോരി മാറ്റി വെക്കാം. ഇനി കടായിലേക്ക് കുറച്ചുകൂടി എണ്ണ ഒഴിച്ച് അരിഞ്ഞു വെച്ചിട്ടുള്ള 2 ഉരുളക്കിഴങ്ങും 3 ക്യാരറ്റും ചേർത്തിട്ട് ഹൈ ഫ്ലെയിമിൽ ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഈ സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് 1/2 കപ്പ് ഗ്രീൻ പീസും ചേർക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാ വെജിറ്റബിൾസ് എല്ലാം ചെറുതായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതും നമുക്ക് മാറ്റി വെക്കാം. വീണ്ടും കുറച്ച് എണ്ണ ഒഴിച്ച് നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുള്ള 3 സവാള ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള ഒന്ന് വഴണ്ടി വരുമ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവ നന്നായിട്ടൊന്ന് വഴറ്റിയ ശേഷം 2 പച്ചമുളകും 5 മുതൽ 6 വരെ വറ്റൽമുളകും കുറച്ച് കശുവണ്ടിയും 1/4 കപ്പ് തേങ്ങാക്കൊത്തും ചേർത്തിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം 2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, എരിവിനനുസരിച്ചിട്ട് മുളക് പൊടി ഞാനിവിടെ 3/4 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട് കേട്ടോ. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ചിക്കൻ മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള സോയ ചേർത്തിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കുറച്ചു നേരം ഇളക്കിയ ശേഷം വറുത്ത് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങും ക്യാരറ്റും ചേർത്ത് കൊടുക്കാം. ഗ്രീൻ പീസ് ചേർത്തിട്ടുണ്ടെങ്കിൽ അതും ഈ സമയത്ത് ചേർക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഏകദേശം 1 കപ്പ് കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് വെജിറ്റബിൾസ് നന്നായിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ വെജിറ്റബിൾസ് എല്ലാം വേവുന്ന സമയത്ത് നമുക്ക് കറിയിലേക്ക് ചേർക്കാനുള്ള തേങ്ങ വറുത്തെടുക്കാം. ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് 1 കപ്പ് തേങ്ങ ചിരകിയത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് പെരുംജീരകവും ചേർത്ത് മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. നല്ല ബ്രൗൺ കളർ ആകുമ്പോൾ ഇത് കോരി മാറ്റി മിക്സിയിൽ ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. ഇനി പൊടിച്ചു വെച്ചിട്ടുള്ള തേങ്ങ കറിയിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കാം. കൂടെ 2 ടേബിൾ സ്പൂൺ വെള്ളവും ചേർക്കാം. മസാലയെല്ലാം ഇടുന്ന സമയത്ത് ഉപ്പും കൂടെ ചേർക്കാൻ മറക്കരുതേ. അങ്ങനെ അവസാനമായി കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും ചേർക്കാം. കൂടെ 1-2 ടീസ്പൂൺ നെയ്യും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കാം. അങ്ങനെ നമ്മുടെ അടിപൊളി ഓണസദ്യ മസാലക്കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഈ ഓണത്തിന് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.